ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വ്ളോഗ് ടേൽസ് ബൈ ആദർശ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു വ്ളോഗല്ല വീഡിയോ ആണ് Q&A. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട് മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള വീഡിയോ. സോ ഞാൻ ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കൂടെ കാണിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി Q&A വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ തന്നെ നാറ്റ് ഹാബിറ്റിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനും കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല ബിക്കോസ് ഞാൻ ഫാൻ കുറച്ചിട്ടേ കാണുമ്പോൾ പോലും ഭയങ്കര ചൂട്. സോ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാനിപ്പോൾ കറൻ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ എപ്പോഴും ഒരു ടോപ്പ് കമൻ്ററായിട്ടുള്ള ഹില ഫാത്തിമ അക്കൗണ്ടിൻ്റെ പേരാണ് കേട്ടോ. ചോദിച്ചിങ്ങനെ ഒരുപാട് ചോദ്യമുണ്ട്, 20 ചോദ്യമുണ്ട്. നമുക്കത് ആദ്യം ആൻസർ ചെയ്യാം. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ പറ്റിയൊരു ഐഡിയ ആകും. കാരണം കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം. ആദ്യം തന്നെ സെൽഫായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യാനാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാനത് പറയാം. എൻ്റെ പേര് ആദർശ, ഞാൻ എറണാകുളത്താണ്. ആൻഡ് ഇപ്പോൾ ഞാൻ +1 കഴിഞ്ഞു, +2ലേക്ക് ആവാണ്. 10th വരെ സെൻറ്റ് തെരേസസ് ആണ് പഠിച്ചത്. ഇപ്പോൾ കറൻ്റ്ലി എടപ്പള്ളി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെന്താ, ഞാൻ ഇപ്പോൾ 17 ആകും. എനിക്ക് ജൂണിൽ 17 ആകും. ഇതാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ള എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഫാമിലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫാമിലീസിനെ പറ്റിയിട്ട്. ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാം. ഞാനിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം എറണാകുളമാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി അമ്മയുടെ പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അമ്മ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്, അച്ഛൻ നാട്ടിൽ വർക്ക് ചെയ്യാണ്. പിന്നെ വീട്ടിലുള്ള ആരും വീഡിയോസിലൊന്നും വരില്ല. അമ്മ ആയിക്കോട്ടെ, അച്ഛൻ അമ്മ എല്ലാവരും, അമ്മീനെയൊക്കെ ഞാൻ അമ്മയെ അറിയാണ്ടാണ് വീഡിയോ എടുക്കണം പോലും. അമ്മീനെ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം കുറേ നാളായി ഈ ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ അപ്പോഴേ നല്ല സപ്പോർട്ടാണ്. ബട്ട് എന്താ പറയുക, അവർക്ക് ക്യാമറയിൽ വരാനുള്ളൊരു താല്പര്യമില്ല. ജോബ് ചോദിച്ചിട്ടുണ്ട്. അമ്മയും എല്ലാവരും പ്രൈവറ്റ് കമ്പനിയിലാണ്. അച്ചാച്ചന് ബിസിനസ്സായിരുന്നു, ട്രാവൽ ഏജൻസി ആയിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നാളായി. അമ്മയും അച്ചാച്ചൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു എന്താ പറയുക, ഫാമിലി ആയിട്ട് ഒരു പ്രൈവറ്റ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം അതൊക്കെയാണ് എൻ്റെ ഫാമിലീനെ പറ്റി പറയാനുള്ളത്. അമ്മയുടെ പേര് സ്വപ്ന എന്നാണ്, അച്ഛൻ്റെ പേര് രതീഷ്. അമ്മയുടെ അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അച്ചാച്ചൻ്റെ പേര് ബാൻസി കുമാർ ആൻഡ് അമ്മയുടെ പേര് സുജാത ബാൻസി കുമാർ. ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര്. ഓക്കെ, എനിക്ക് ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പൗഡറാണ് യൂസ് ചെയ്യാറ്. ബട്ട് ഇന്ന് കോമ്പാക്ട് പൗഡർ വെച്ചാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ഫ്രം കളർ എസൻസിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് എനിക്ക് അമ്മ മേടിച്ചതാണ്. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക പ്രോഡക്ട്സും ഒന്നെങ്കിൽ എനിക്ക് അമ്മ മേടിച്ചിടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് മേടിക്കാനാണ്. അതല്ലാണ്ട് ഞാൻ അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളല്ല മേക്കപ്പ് പ്രോഡക്ട്സിൽ. അമ്മ തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. അല്ലാണ്ട് വാശി പിടിച്ച് വാങ്ങുന്ന ഒരാളല്ല. മേക്കപ്പ് പ്രോഡക്ട്സിനെ പറ്റി വലിയ വിഷയമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കോമ്പാക്ട് പൗഡർ. ഏകദേശം എൻ്റെ ഒരു സ്കിൻ ടോണാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്ന. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ എയിം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതിലേ തൊട്ടേ ഇതേപോലെ കുട്ടി ബിസിനസ്സൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏൺ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ ഒരു വിഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കൊമേഴ്സ് എടുത്തതും കാര്യങ്ങളൊക്കെ. എനിക്ക് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത്യാവശ്യം നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള ഇൻകം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി അതൊക്കെ തന്നെയാണ്. നന്നായിട്ടൊന്ന് ഏൺ ചെയ്യണം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒറ്റമോളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ മിക്കപ്പോഴും എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എനിക്കങ്ങനെ ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരാളെന്നൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടുകാർക്ക് അറിയാം. എന്താ പറയുക, അച്ഛനും അമ്മയും അവരാണ് എൻ്റെ ഏറ്റവും ക്ലോസ്ഡ് ഫ്രണ്ട്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. പിന്നെ എൻ്റെ സെൻറ്റ് തെരേസസിലെ ഫ്രണ്ട്സ്, അവരൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഞാൻ എന്ത് പരിപാടി ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയും. പിന്നെ സുൽത്താന, അങ്ങനെ കുറേ പേരാണ് എൻ്റെ ഒരു ക്ലോസ്ഡ് ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് എനിക്കുള്ളത്. ഡിഡ് യു ട്രസ്റ്റ് എനിവൺ ന്യൂ പാസ്റ്റ്? ട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. ടെൽ മീ യുവർ എക്സ് ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കങ്ങനെ ഞാനങ്ങനെ പറയുന്ന ആൾക്കാർ. പിന്നെ 4th വരെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ ഞങ്ങൾ അപ്പോഴും കുറച്ച് പേരുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ്. ആൻഡ് അന്ന് ആ ടൈമിൽ അവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് താങ്ക് ഗോഡ് ഞങ്ങളിപ്പോഴും കണക്ഷൻ ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ലാംഗ്വേജസ് ബൈ സെപ്പറേറ്റഡ് ആയി, ക്ലാസ് സെപ്പറേറ്റഡ് ആയി. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ കണക്ഷൻ ഉണ്ട്.
അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ലക്ക് ഉള്ള പീപ്പിൾസിനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിൽക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ മാഞ്ഞു പോയല്ലോടാ, മാഴ്സിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട്. മാഴ്സിൻ്റെ ആണ് ബ്രൗൺ ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ മുടി വെട്ടിയായിരുന്നു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ജസ്റ്റ് എക്സ്ട്രാസ് മാത്രം കളഞ്ഞിട്ട് ഒരു ത്രെഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇത് എഴുതി കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളേ. വേർ ഇസ് യുവർ പ്ലേസ്? ഞാൻ എറണാകുളത്താണ്. വാട്ട് ഈസ് യുവർ നിക് നെയിം വന്നിട്ട് വീട്ടിൽ എന്നെ വിളിക്കുന്നത് മിന്നു എന്നാണ്. എന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും മിന്നു എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ദ വൺ പേഴ്സൺ യു വുഡ് കൺസിഡർ എ റോൾ മോഡൽ ഇൻ ഫാമിലി? യെസ്. റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനാണ്. ഐ ലവ് ഹിം സോ മച്ച്. ലൈക്ക് എൻ്റെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത 2 വ്യക്തികളാണ് എൻ്റെ അച്ഛനും അമ്മയും. ആൻഡ് അതിൽ തന്നെ എനിക്ക് അച്ഛനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്തോരം പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ബാക്കിയുള്ളവരിലേക്ക് ബാധിക്കാണ്ട് സ്വന്തമായിട്ടത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഹി ക്യാൻ. ലൈക്ക് അതെനിക്ക് ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് ക്വാളിറ്റിയാണ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച്. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛനാണ് എൻ്റെ ഒരു റോൾ മോഡലായിട്ടുള്ളത്. ഓക്കെ, സെലിബ്രിറ്റി ക്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ഇന്ന ആൾ ഫിക്സ്ഡ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും പറയുകയാണെങ്കിൽ തമിഴിൽ എനിക്ക് വിക്രം സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിയുടെ ഓൾമോസ്റ്റ് ഒരു 20+ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ ഇരിപ്പിൽ തന്നെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുള്ളിയുടെ ഒരു ചെറിയ ക്രഷൊക്കെ ഉണ്ടായിരുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഒരേപോലെ തന്നെ. ഏതെങ്കിലും ചില സിനിമയിലെ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്, അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളില്ല. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അണ്ടർ റേറ്റഡ് പ്ലേലിസ്റ്റുകൾ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഞാൻ തിരഞ്ഞു പോകും. എനിക്കങ്ങനെ ഇന്ന ഫേവറേറ്റ് ഒന്നുമില്ല. ഒരുപാട് പാട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുണ്ട്. തമിഴാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ കേൾക്കുന്നത്. കുറച്ച് നാൾ 10th വരെ ഞാൻ മലയാളത്തിലായിരുന്നു അഡിക്റ്റ്. ഇപ്പോൾ കുറച്ചും കൂടെ തമിഴിലേക്കാണ് എൻ്റെ ഫോക്കസ്. ഹിന്ദി പണ്ട് തൊട്ടേ എൻ്റെ കൂടെ ഉണ്ട്. തമിഴിൽ ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതൊക്കെ കേട്ട് ഇപ്പോൾ ചെന്നൈ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐഷാഡോ വന്നിട്ട് ഈ മാഴ്സിൻ്റെ ഈ ഒരു ഐഷാഡോ പാലറ്റാണ്. ഇതിൽ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ, എനിക്കങ്ങനെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഈ ഐ ഷാഡോനൊക്കെ പറ്റി. ഇതെടുക്കും, ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഉണ്ടോ ലേശം എടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കും. കാണില്ല, ക്യാമറയിൽ കാണില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്തായിരുന്നു ചോദ്യം? ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി. ഞാൻ ഇവിടെ ഫ്ലാറ്റിൻ്റെ താഴെ കുട്ടി ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി എന്ന് വെച്ചാൽ വളരെ കുട്ടി പേപ്പർ ഇയറിങ്സ് ഉണ്ടാക്കി വിൽക്കുക, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറേ ഇന്നോവേഷൻ എനിക്ക് ആ സമയത്തേ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏണിങ്സ്, ആ പ്രായത്തിൽ എനിക്ക് ഏണിങ്സ് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പോഴും അന്നും പറയുന്നൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. വാട്ട്സ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ആർ എവർ ഗിവൻ ബൈ സംവൺ? ഗിഫ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും അല്ലെങ്കിൽ കുറച്ച് 90s വൈബ് ഉള്ളവർക്കൊക്കെ ഫീൽ ചെയ്യും. നമുക്കൊന്നും അങ്ങനെ എപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്ന കൂട്ടത്തിലുള്ളതല്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുന്നതെന്നാണ് ഏറ്റവും റയർ കാര്യം. അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് നാളായിട്ടുള്ള എനിക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കിട്ടിയതെല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് അച്ഛൻ ഡ്രസ്സ് എടുത്ത് തന്നിട്ട് ഒരു 2 years ബാക്ക് മുമ്പുള്ള ബർത്ത്ഡേ, അത് എൻ്റെ ഒരു വൈറ്റ് ഫ്രോക്ക്, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും. പിന്നെ എനിക്ക് ആർദ്രയും എൻ്റെ ഫ്രണ്ട്സ് ദൃശ്യ അവരൊക്കെ എനിക്ക് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഫ്രെയിംസ്, ടെഡി ബെയർ, മാഗസിൻസ്, പിന്നെന്താ കുറച്ച് ലെറ്റേഴ്സ് തന്നെ. ദക്ഷ എനിക്കൊരു ഇയറിങ് വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടി സാധനങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അതൊക്കെ എടുത്തു വയ്ക്കും. ഞാൻ ഒന്നും കളയാറില്ല. എനിക്കത് വളരെ 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 സ്പെഷ്യലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെൻറ്റ് യു ഹാവ് എവർ റിസീവ്ഡ്? ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അടിപൊളിയായിട്ട് വന്നിട്ട് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ മനസ്സറിഞ്ഞ് നമ്മളെ കോംപ്ലിമെൻ്റ് ചെയ്യില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. വീഡിയോ ചെയ്യുന്നതാണെങ്കിലും അത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കാരണം അമ്മയും സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു മിസ്സിനെ കാണാനായിട്ട്. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടൻസി മിസ്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മിസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആദർശ് നല്ല കുട്ടിയാണ്. ആ ടൈമിലല്ലേ
മിസ്സ് പറയുന്ന സമയത്ത് മിസ്സിനെ ചേർത്ത് വെച്ചേക്കും. ഞാൻ അമ്മയുടെയും മുഖത്തുണ്ടായ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് ശ്രദ്ധിച്ചത്. മിസ്സ് പറഞ്ഞ 2 ക്ലാസ്സുകൾ മാറി മാറി ഞാൻ ടേക്ക് ചെയ്യാണ്. ആ സമയത്ത് ആദർശം ഞാൻ ലീഡറാണ്. അപ്പോൾ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ട് ചെയ്യേണ്ട. അത് കേട്ടപ്പോൾ എനിക്ക് ഇന്നേ വരെ ഒരു ടീച്ചർ ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സന്തോഷം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് പാസ്റ്റിലുണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഐ എം സോ പ്രൗഡ്. ലൈക്ക് എന്താ പറയുക, ഞാൻ സെലക്ട് ചെയ്ത സ്കൂളിൽ നിന്ന് എനിക്ക് ഇത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയതായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ ചെയ്യുന്ന എൻ്റെ എവർഗ്രീൻ മേക്കപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സ്ട്രോക്ക് ക്രീം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്കായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലഷ് ആവും കേട്ടോ ഇത്. ഇവിടെ ഇനി ലിപ് കോംബ് പറയുകയാണെങ്കിൽ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് കോംബ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. കുറച്ചേ വരയ്ക്കുന്നുള്ളേ. ഇത് 70 റുപ്പീസോ സംതിങ് എന്തുള്ളേ. നല്ലതാണ്, കുറേ കളേഴ്സ് ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ന്യൂഡ് ഷെയ്ഡ് കിട്ടാൻ ഇത് യൂസ് ആക്കാറുണ്ട്. പക്ഷേ ഇത് വെറുതെ അപ്ലൈ ചെയ്യാൻ കൊള്ളില്ല. ഈ ഒരു സാധനം വെറുതെ അപ്ലൈ ചെയ്യാൻ വലിയ ഗുണമില്ല, ബട്ട് അല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഈ ഒരു മാഴ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് കോറസ് ഗേൾ, ഇത് നല്ലതാണ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ട് ഞാൻ ലിപ് ബാമാണ് ഇടുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കളേഴ്സ് ക്യൂണിൻ്റെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. ഇത് തീർന്നു. ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് തീർന്നു പോയി. നല്ല കുറേ നേരം കണ്ട് തീർന്നുപോയി. പക്ഷേ കുറച്ചുണ്ട്. ഇന്ന് ഇതിടാം. ഇത് നല്ലൊരു സാധനം കേട്ടോ. 150 രൂപയിൽ താഴെ എന്തുള്ളൂ. പക്ഷേ പിങ്ക് ഷെയ്ഡാണെങ്കിൽ ലാക്മേയുടെ 925 ഒരെണ്ണമുണ്ട്. ഇതും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഒരു പിങ്ക് ഷെയ്ഡ്. എന്നിട്ട് വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് യുവർ സെൽഫ്? എനിക്ക് എന്നെപ്പറ്റി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ എന്തെങ്കിലും കാര്യം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്തു കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്നെ ഏൽപ്പിക്കാനാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ എപ്പോഴും എഫേർട്ട് ഇടുന്നത് എനിക്ക് ചെറിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നെപ്പറ്റി. എന്നിട്ട് ഡു യു ലവ് ഫുട്ബോൾ, ദെൻ വിച്ച് ക്ലബ് ആൻഡ് ടീം? അങ്ങനെ ഫുട്ബോൾ ഞാൻ ISL മാത്രമാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ ഫിഫ കാണാറുണ്ട്. ഫിഫ ഞാൻ 4th പഠിക്കുമ്പോൾ അച്ചാച്ചൻ്റെ കൂടെ ഇരുന്ന് കണ്ട് ശീലമായതാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഫുട്ബോൾ മര്യാദക്കൊന്ന് കാണുന്നത്. ISLലൊക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാറ്. ഫിഫയിലാണെങ്കിൽ പോർച്ചുഗലാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഫുട്ബോളിൻ്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് ഒക്കെ അറിയാം. ISL കണ്ടാണ് കുറച്ചുകൂടെ ശീലമായേക്കുന്നത്. എന്നിട്ട് ഡു യു ഹാവ് എനി ഹിഡൻ ടാലൻറ്റ്? എനിക്ക് ഒരു ഹിഡൻ ടാലൻറ്റും ഇല്ല. എനിക്ക് പകരം ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും എന്താ പറയുക, കൈ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എനിക്ക് ലേശം കഴിവുകളുണ്ട്. ഒന്നും ഞാൻ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരാളല്ല. ക്രാഫ്റ്റും ആർട്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനത്തെ ടാലൻറ്റുകളൊക്കെ കുറച്ചുണ്ട്, ഒന്നും കംപ്ലീറ്റ്ലി ഇല്ല. അതാണ് യുവർ ഫേവറേറ്റ് കാർട്ടൂൺ? എനിക്ക് കൊച്ചു TV-യിൽ ബാക്ക് ഇൻ 2012 to 2016 ഒക്കെ വരെ വന്നിരുന്ന കാർട്ടൂൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡിറ്റക്റ്റീവ് രാജപ്പൻ, പിന്നെ എന്താ പറയുക വണ്ടർലാൻഡ്, ഡിറ്റക്റ്റീവ് രാജപ്പൻ, പിന്നെ മാസുപ്പിലാമി, സ്റ്റുവർട്ട് ലിറ്റിൽ എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. ബാലവീർ എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. കുറേ പേർക്ക് ബാലവീർ ഇഷ്ടമല്ല, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് അബൌട്ട് യുവർ ഫ്യൂച്ചർ പാർട്ട്ണർ? ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. കാരണം പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഈ ഉലകത്തിലേ ഇല്ലാത്ത ഒരാളെ പറ്റിയായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നല്ലൊരാളായിരിക്കണം. ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ? ഞാൻ അത്യാവശ്യം നല്ല ഇൻട്രോവേർട്ടാണ്. ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ നല്ല എക്സ്ട്രോവേർട്ടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. എൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ മാത്രം ഞാൻ എൻ്റെ വെളിത്തരങ്ങൾ എടുക്കുകയുള്ളൂ. അല്ലാണ്ട് വല്ല ഫാമിലി ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നുള്ളൂ, ആർക്കൊരു ശല്യമില്ലാണ്ട്. അടുത്തത് ഗ്രേസ്ലിൻ്റെ ആണ്. ഒരുപാട് തവണ നമ്മുടെ മേക്കപ്പിൻ്റെ വീഡിയോ ചോദിച്ച കുട്ടിയാണ് കേട്ടോ. കുട്ടിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് യുവർ ഫാദർ ആൻഡ് മദർ? അത് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. ആരും ഇന്ന് റെൻറ്റ് ഹൗസ് ഇല്ല, ഞങ്ങൾ സ്വന്തം വീട്ടിലാണുള്ളത്. ഇപ്പോൾ ഫ്ലാറ്റാണ്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് കേട്ടോ. ആൻഡ് ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഞാൻ നേരത്തെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനാണ് നിങ്ങൾ ഈ വീഡിയോസിലൂടെ കാണുന്നത്. അവരെ താണ്ടി എനിക്കങ്ങനെ ആരും ഇല്ല. പുള്ളി സ്കൂളിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് പേരുള്ളൂ. ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ കമ്പനിയാണ്. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അങ്ങനെ ആരുമില്ല. കുറച്ച് സീനിയേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ വീട് എവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ എറണാകുളം കലൂർ ഏരിയ ഇട്ട് വരും കേട്ടോ. +2 ഡ്രീം ജോബ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്.
ശ്രീയ എന്നാണ് കേട്ടോ, ശ്രീയ എന്നല്ലേ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. ആഫ്റ്റർ പ്ലസ് ടു ഒരു നല്ല ഡിഗ്രി എടുക്കണം. ഡിഗ്രിയുടെ കൂടെ എന്തെങ്കിലും ഒരു കോഴ്സ് നോക്കണം. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോബ് എന്തായാലും ഇവിടെ എറണാകുളം തന്നെയാണ് എനിക്ക് പ്ലാൻ. എനിക്ക് പുറത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനോ തീരെ താല്പര്യമില്ല. അത് കഴിഞ്ഞ് ലൈഫിൻ്റെ ഒരു അടുത്ത സ്റ്റേജായിട്ട് എനിക്ക് ചെന്നൈ, മുംബൈ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിൻ്റെ പണ്ടോട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്നുള്ളത്. പക്ഷെ അതിൻ്റെ എന്താ പറയുക, അതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പം ചിന്തിക്കുന്നില്ല. മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ എൻ്റെ അച്ഛൻ, അമ്മ അങ്ങനെ ഒക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അവരൊക്കെയാണ് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ചോദിച്ചിട്ടുണ്ട്. ചോക്കു മോൾസ് അങ്ങനെയല്ലേ അക്കൗണ്ടിൻ്റെ പേര്. ഓക്കെ, ബർത്ത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4/6/2009, വിച്ച് ഇസ് ജൂൺ 4 എൻ്റെ ബർത്ത്ഡേ. അത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അക്കൗണ്ട് എനിക്ക് ക്ലിയർ അല്ല. ലവറുണ്ടോ? നോ, എനിക്ക് ഇതുവരെ ലവറും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീനേജ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അതിനോടുള്ള താല്പര്യമില്ല. പിന്നെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 17 വയസ്സൊക്കെ ആവാറായ സ്ഥിതിക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ നോ പഠിച്ചിട്ടുള്ളൊരു ശീലം അത് മാത്രമാണ്. എനിക്ക് ഈസിലി നോ പറയാനായിട്ട് ആ കാര്യത്തിൽ പറ്റും. വേറെ പിന്നെ എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ് ചോദിച്ചു. 7th പഠിക്കുമ്പോൾ കൊറോണ ടൈമിൽ എന്തായിരുന്നു എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ്. ആൻഡ് നമ്മൾ കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കേണ്ടാവും പീരിയഡ്സിൻ്റെ സമയത്ത് വേദന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ഗേൾ. അത് ഞാനാണ്. എൻ്റെ കാര്യത്തിലത് ഞാനാണ്. കാരണം ലക്ലി എനിക്ക് ഇത്രയും നാളായിട്ടും വലിയ ഡീപ്പായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അതെനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, വിഷമം വരും. അങ്ങനത്തെ ഒരാളാണ്. പീരിയഡ്സിൻ്റെ ടൈമിൽ കുറച്ച് എക്സ്ട്രീമാണ്. അല്ലാണ്ട് എനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അറിയ പോലുമില്ല. ഞാനങ്ങനെ കൂളായിട്ട് പോകുന്ന ഒരാളാണ്. ഹണ്ടർ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയൊന്നുമില്ല. സൈക്കിളൊക്കെ എടുത്തിട്ട് എവിടേക്കെങ്കിലൊക്കെ പോകും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും ഞാനിങ്ങനെ മാപ്പായിട്ട് ഇങ്ങനെ പറയാം, ഞങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ. അതാണ് എനിക്ക് ഉള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അമ്മയും അച്ഛനും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫേവറേറ്റ് കളർ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് സ്പെസിഫിക് ഒന്നുമില്ല. എൻ്റെ അലമാരയിൽ എല്ലാ കളേഴ്സുള്ള ഡ്രസ്സ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തത് ടെസാരോസിൻ്റെ ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഡിഗ്രി, അത് കഴിഞ്ഞിട്ടൊരു ജോബ്. പിന്നെ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എൻ്റെ റീൽസ് ഇടുന്ന അക്കൗണ്ട് ഉണ്ട്. ഞാനോട് ID കൊടുക്കുക, അതായത് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്. ആഗ്രഹിച്ച് 10th കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് പറയത്തക്ക വിധം എൻ്റെ ഒരു കണ്ടൻസ് ഒന്നും എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് വന്ന മാറ്റങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ഞാൻ ഇന്നൊന്നും തുടങ്ങിയതല്ല, കുറേ നാൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് എഡിറ്റിംഗ് അറിയില്ല, വീഡിയോ എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. അത് പഠിച്ചു വരാൻ തന്നെ എനിക്ക് എടുത്തു 3-4 കൊല്ലം. അത് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഗ്രോത്ത്, എന്താ പറയുക, ഗ്രോയിങ് സ്റ്റേജിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചേച്ചിയുടെ ആരാണ് മാളു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുമ്പൊരു കുഞ്ഞു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ആരാ? ഏറ്റവും ഫ്രണ്ട് ഇവിടുത്തെ മിന്നു ചേച്ചിയാ. എനിക്ക് മിന്നു ചേച്ചിനെ അത്ര 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 ഇഷ്ടമാണ്. മാളു എന്നുള്ളതിന് മുമ്പ് പറയാനുള്ളത്, പ്രസീത ചേച്ചി, മാളുവിൻ്റെ അമ്മ, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ്. എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് ഞാൻ പറയും. ഞങ്ങളിങ്ങനെ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. മാളുവിൻ്റെ അമ്മ പ്രസീത ചേച്ചി, എൻ്റെ പാരൻസും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കണക്റ്റഡാണ്. ആൻഡ് അവരുടെ റിലേറ്റീവ്സും ഞങ്ങളും എല്ലാം ഭയങ്കര ഡീപ്പ് കണക്റ്റഡാണ്. ഒരുപാട് ബന്ധങ്ങളുണ്ട് സത്യം പറയാനായിട്ടാണെങ്കിൽ. ആൻഡ് വേറൊരു ക്ലോസ് ആയിട്ടൊരു ബന്ധം പറയാനാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ, ഇപ്പം ഞാൻ വ്ലോഗ് ഇടാറുണ്ട് അവരുടെ വീട്ടിൽ പോകുന്നത്. അവരുടെ വീട്ടിൽ മേലത്തെ വീട്ടിൽ വാടകക്കാരായിട്ട് താമസിച്ചിരുന്ന സമയത്ത് ആണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കുട്ടി ഏജിലുള്ള ടൈമൊക്കെ ഞാൻ മാക്സിമം അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ് സത്യം പറഞ്ഞ്. എനിക്ക് എന്തുണ്ടെങ്കിൽ അവിടെ പോയി എനിക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ മാളു പ്രസവിച്ച് ഞാൻ 4th പഠിക്കുമ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ മാരേജ്. അങ്ങനെയാണ് മാളുവിനെ കിട്ടിയത്. മാളുവിൻ്റെ പേര് ദക്ഷ എന്നാണ്, ദക്ഷ മഹേഷ്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ഒരു അനിയത്തിയാണ് മാളു. പ്രസവിച്ചിക്ക് ഞാൻ അനിയത്തിയതുപോലെ എൻ്റെ അനിയത്തിയാണ് മാളു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഞാൻ ഞാനൊരു ഒറ്റമോളായിട്ടുള്ള എൻ്റെ ഫീലിങ്സ് ഒന്നും എനിക്കില്ല. കാരണം എനിക്ക് അവിടെ ഒരു ഹോമുണ്ട്, ഒരു സെക്കൻഡ് ഹോമുണ്ട്, എനിക്ക് ചേച്ചിയുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു കിടപ്പ് വശം. ഒരുപാടുണ്ട്. പിന്നെ പ്രസീച്ചയുടെ റിലേറ്റീവ്സും എൻ്റെ അമ്മയും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചതുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ ചേച്ചി. പിന്നെ വെക്കേഷന് പഠിക്കുന്ന വ്ലോഗ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെക്കേഷന് പഠിക്കാൻ പ്ലാനില്ല എനിക്ക്. സ്കൂൾ തുറന്നിട്ട് പഠിക്കാം. പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകും, മാത്സിന് മാത്രം. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ടെക്സ്റ്റ് ബുക്സ് പോലും നോക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ
+2 കഴിഞ്ഞുള്ള പ്ലാൻ ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ, സോ സോറി ഐം നോട്ട് ഇൻട്രസ്റ്റഡ്, അങ്ങനത്തെ ഒരു കേസാണ് ആ ഒരു കേസ്. സ്റ്റഡി ടിപ്സും പ്ലാൻസും ഞാൻ ഓൾറെഡി +1ൻ്റെയും കിട്ടിയിട്ടുണ്ട്, 10th കിട്ടിയിട്ടുണ്ട്. ഇനി +2 ആവട്ടെ, എക്സാം ടൈംസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ലടാ, വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യമുള്ളൊരു ഡേ വരട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഗൈസ്, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്നെപ്പറ്റി ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് Q&A ചെയ്യാമെന്നാണ്, ബട്ട് കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇടേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമുക്കൊരു കുറച്ചും കൂടി നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ടൊരു അരമണിക്കൂർ നീളമുള്ളൊരു Q&A ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.